ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോല കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു ഫിഷ് ഫ്രൈ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വറ്റയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല. ഏത് മീനാണെങ്കിലും ഈ ഒരു മസാലയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. ഞാനിവിടെ 3 വറ്റമീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്തതാണ്. മീനൊക്കെ നന്നായിട്ട് കഴുകി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പുറത്ത് അടുപ്പിച്ചടുപ്പിച്ച് വരഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ മസാലയൊക്കെ മീനിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളേ. നമുക്ക് മീൻ വറുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മസാലയൊന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 പച്ചമുളക്, 2 ചെറിയുള്ളി, മീഡിയം സൈസ് ഇഞ്ചി, ഞാനിവിടെ 6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 എണ്ണം വരെ ചേർത്ത് കൊടുത്തോണേ. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ വറുത്തു പൊടിച്ച ഉലുവ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണേ. നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മീനിലേക്ക് മസാല പുരട്ടുമ്പോൾ നന്നായിട്ട് പിടിച്ചിരിക്കും. ഞാനിവിടെ പുളിക്ക് വേണ്ടിയിട്ട് വിനേഗറാണ് ചേർക്കുന്നത്. നിങ്ങൾ ഒന്നെങ്കിൽ പുളി ചേർക്കുക, അതല്ലെങ്കിൽ നാരങ്ങാനീര് ചേർക്കുക, അതല്ലെങ്കിൽ വിനേഗർ ചേർത്ത് കൊടുത്താൽ മതിയേ. ഒരു 2 ടേബിൾ സ്പൂൺ വിനേഗർ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നോക്കിയതിന് ശേഷം മാത്രം അത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പം വലിയ മീനായതുകൊണ്ടാണ് ഞാൻ ഈ ഒരളവിൽ എടുക്കുന്നത് കേട്ടോ. മസാലയൊക്കെ കളറിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു വരണേ. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിൽ കറിവേപ്പില ചേർത്തില്ലായിരുന്നു. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നമുക്ക് അരച്ചെടുക്കാവേ. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട്. 2 ടേബിൾ സ്പൂൺ വിനേഗറും 2 ടേബിൾ സ്പൂൺ വെള്ളവും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആ ഒരു വെള്ളത്തിൽ എനിക്കിവിടെ അരഞ്ഞു കിട്ടി. നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം പിന്നീട് വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഈ ഒരു പാകത്തിൽ അരഞ്ഞു കിട്ടണം. ഈ മസാല ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. കേടായി പോകത്തൊന്നുമില്ലേ. മസാല നമുക്ക് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരുന്നത്. അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം 2 ടീസ്പൂൺ ഉപ്പാണ് മൊത്തം ചേർത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. 2 ടേബിൾ സ്പൂൺ വിനേഗർ ചേർത്താൽ നല്ല പുളിയുണ്ട്. നിങ്ങൾക്ക് അത്രയും പുളി വേണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. മീനിൻ്റെ ഉൾഭാഗത്തേക്കും മസാല പുരട്ടി കൊടുത്തോണേ. മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റെങ്കിലും കുറഞ്ഞത് വെക്കണേ. അതിനുശേഷം നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രീസറിലൊന്നും വെക്കണ്ട, വെറുതെ വെച്ചാൽ മതി. ഇനി അഥവാ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. കൂടുതൽ സമയം വെക്കാൻ പറ്റുവാണെങ്കിൽ കൂടുതൽ സമയം വെച്ചോളുക. ഞാനിവിടെ 15 മിനിറ്റേ വെക്കുന്നുള്ളേ. മീനിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓയിലാണേലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുത്തോളുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. പാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചെരിച്ചിട്ട് എണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും വരുന്ന മാതിരി ഒന്ന് ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ലോ ടു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മീനിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരത്തില്ല. ഒരു സൈഡായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് എണ്ണ കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. പച്ചമുളകും എരിവുള്ള മുളക് പൊടിയും അത്രയും ചേർത്തുകൊണ്ട് മീനിന് നല്ല എരിവുണ്ടാവും.
ആ സമയത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ല എരിവോട് കൂടിയിട്ടുള്ള ഫിഷ് ഫ്രൈക്ക്. ഇത്രയും എരിവ് വേണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ കൂടെ കാശ്മീരി മുളക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മീനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മീനും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി എണ്ണ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറേശ്ശെ എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് എണ്ണ ആദ്യം ഒന്നിച്ചൊഴിക്കണം എന്നില്ല. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാവേ. നല്ല അടിപൊളി ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്